വീണ്ടും പാകിസ്ഥാനിൽ വമ്പൻ സ്ഫോടനമുണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ക്വറ്റയിലാണ് ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രക്ഷുബ്ധമായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റ നഗരത്തിൽ നിന്ന് ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവിടെ ചാമൻ ഫടക് പ്രദേശത്തെ കണ്ടോൺമെന്റിൽ നിന്ന് വരികയായിരുന്ന ട്രെയിനിനെ ലക്ഷ്യമിട്ട് റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം ഒരു ഭയാനകരമായിട്ടുള്ള സ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഫ്രോണ്ടിയർ കോപ്സ് ആസ്ഥാനത്തിന്റെ ഗേറ്റിന് മുന്നിലാണ് ഈ ആക്രമണം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഇതൊരു ചാവേർ ബോംബ് സ്ഫോടനമായിരുന്നു. സ്ഫോടനത്തിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് വലിയ വെടിവെപ്പിന്റെ ശബ്ദങ്ങളും കേട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്ഫോടനം വളരെ ശക്തമായതിനാൽ ഒരു ട്രെയിൻ ബോഗിയുടെ തറയുടെ പലകകൾ പറന്നുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രെയിനിന്റെ ചില കോച്ചുകൾ പാളം തെറ്റി സമ്പൂർണമായും ട്രെയിന് നശിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിലുള്ള ജീവഹാനി ഉണ്ടായതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഈ ദാരുണമായ അപകടത്തിൽ 23 പേർ മരിച്ചുവെന്നും 53-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഔദ്യോഗിക കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്തതിനാൽ മരണസംഖ്യ ഉയരും എന്നുള്ള ആശങ്കയുമുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഭയാനകരമായ ഒരു തീപിടുത്തവും ഉണ്ടായി. പരിസര പ്രദേശം കറുത്ത പുകയാൽ മൂടപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം നിർത്തിയിട്ടിരുന്ന മറ്റ് നിരവധി വാഹനങ്ങളും തീപിടുത്തത്തിൽ അകപ്പെട്ടു. ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ പ്രാദേശിക ബലൂച്ച് സംഘടനകൾ കുറച്ചു കാലമായി ഷഹബാസ് ഷെരീഫ് സർക്കാരിന് തുടർച്ചയായി അന്ത്യശാസനം നൽകി വരുന്ന ഈ സമയത്താണ് ഈ വലിയ ഭീകരാക്രമണം പുറത്തു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.